നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ മൃഗശാലയിൽ വൻ നാശനഷ്ടം. മൃഗങ്ങളുടെ കൂടുകളിൽ വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണു. അഞ്ചേരിയിൽ കോഴിക്കടയിൽ അക്രമം നടത്തി കട ഉടമയെ പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ ഒല്ലൂർ പോലീസിന്റെ പിടിയിൽ. വേലുപ്പാടം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ സമ്മർ ത്രിൽ ക്യാമ്പിന് തുടക്കമായി. മുടങ്ങിയ പെൻഷൻ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും നൽകാൻ ഐക്യകണ്ഠേന തീരുമാനം സർക്കാർ അനുമതിക്കായി നൽകും. സെയിന്റ് ജോസഫ് ചർച്ച് മുരിക്കുങ്ങൽ പള്ളിയിൽ തിരുനാളിന് കൊടികയറി. ആലുവയിൽ നടന്ന കൊച്ചി സ്വിമ്മത്തോണിൽ 1 കിലോമീറ്റർ നീന്തൽ മത്സരത്തിൽ വിജയിച്ച ജോൺ ജോബിയെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ മൃഗശാലയിൽ വൻ നാശനഷ്ടം. മൃഗങ്ങളുടെ കൂടുകളിൽ വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണു. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് മൃഗശാലയിലുണ്ടായത്. പുളി, മാവ് ഉൾപ്പെടെയുള്ള നിരവധി വൻമരങ്ങൾ കടപുഴകി വീണു. ഹിപ്പോപ്പൊട്ടാമസിന്റെയും മ്ലാവിന്റെയും കൂടുകളിലും മരങ്ങൾ വീണു. ഇതിൽ ഹിപ്പോപ്പൊട്ടാമസിന്റെ കൂട് മരം വീണ് പൂർണ്ണമായും മൂടിയ നിലയിലാണ്. ഇവിടങ്ങളിലെ മൃഗങ്ങളെ രാത്രിയിൽ തന്നെ സമീപത്തെ കൂടുകളിലേക്ക് മാറ്റിയതിനാൽ ഇവയ്ക്ക് പരിക്കോ ജീവഹാനിയോ ഉണ്ടായില്ല. മ്ലാവിന്റെ കൂട്ടിൽ വലിയ ഒരു ഇത്തിമരം കടപുഴകി. പുളിമരവും മറ്റ് 3-4 മരങ്ങളും ഇതുപോലെ കടപുഴകി വീഴുകയും ഒട്ടനവധി മരങ്ങളുടെ ശാഖകൾ പൊട്ടി പല ഭാഗത്തും വീഴുകയുമുണ്ടായി. പക്ഷേ ഭാഗ്യം കൊണ്ട് മൃഗങ്ങൾക്കൊന്നും ജീവഹാനിയോ അപകടമോ ഒന്നും സംഭവിച്ചിട്ടില്ല. മരങ്ങൾ വീണ് മതിലുകളും സുരക്ഷാ വേലികളും തകർന്നിട്ടുണ്ട്. മൃഗശാലയോട് ചേർന്നുള്ള കൊല്ലങ്കോട് കൊട്ടാരത്തിന്റെയും മതിൽ തകർന്നു. മൃഗശാലയ്ക്കുള്ളിലെ കുട്ടികളുടെ പാർക്കിലും മരം വീണെങ്കിലും കളി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ മൃഗശാലയ്ക്കുള്ളിൽ നിൽക്കുന്ന അപകട സാധ്യതയുള്ള മരങ്ങളുടെ കൊമ്പുകളും മറ്റും വെട്ടിമാറ്റുമെന്ന് സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു. അവധി ദിനങ്ങളായതിനാൽ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് മൃഗശാലയിലേക്ക് എത്തുന്നത്. നിലവിൽ മരങ്ങൾ വീണ ഭാഗത്തേക്ക് സഞ്ചാരികളെ താൽക്കാലികമായി പ്രവേശിപ്പിക്കില്ല. വീണ മരങ്ങൾ വെട്ടിനീക്കും. കൂടും പരിസരവും പൂർവ്വസ്ഥിതിയിൽ ആക്കാനുള്ള പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. അഞ്ചേരിയിൽ കോഴിക്കടയിൽ അക്രമം നടത്തി കട ഉടമയെ പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ ഒല്ലൂർ പോലീസിന്റെ പിടിയിൽ. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അഞ്ചേരിച്ചിറയിൽ കോഴിക്കടയിൽ കയറി അതിക്രമം കാണിച്ച 4 പ്രതികൾ അറസ്റ്റിൽ. കോഴിക്കടയിൽ അതിക്രമിച്ച് കയറിയ യുവാക്കൾ കത്തികാട്ടി ഗുണ്ടായിസം കാണിച്ച് ഭീഷണിപ്പെടുത്തി. അഞ്ചേരിച്ചിറ സ്വദേശികളായ വിജീഷ്, ജിബിൻ, വെള്ളാനിക്കര സ്വദേശി അനുഗ്രഹ്, മരോട്ടിച്ചാൽ സ്വദേശി സീക്കോ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കടയിലെ ജീവനക്കാർ തുറിച്ചു നോക്കിയതാണ് ആക്രമണത്തിന് പ്രകോപനമായത് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ തടയാൻ ശ്രമിച്ച കടയുടമയുടെ കയ്യിൽ മുറിവേൽക്കുകയും ചെയ്തു. യുവാക്കൾ അക്രമം നടത്തിയത് കഞ്ചാവ് ലഹരിയിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് പ്രതികൾ കടയിൽ അതിക്രമം നടത്തുന്നതിനിടയിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ പോലീസ് ജീപ്പ് കണ്ടതോടെ യുവാക്കൾ ഇറങ്ങിയോടി. പിന്നീട് ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. വേലുപ്പാടം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ സമ്മർ ത്രിൽ ക്യാമ്പിന് തുടക്കമായി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. നാഷണൽ ബോക്സിംഗ് താരം കുമാരി ഹജ്ര നസ്രീൻ ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ ജോഫി സി മഞ്ഞളി സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ, കബഡി, വടംവലി, ടെന്നിക്കോയ്റ്റ്, ഗോഗോ, സെപ്പിക് താക്കോ എന്നീ ഇനങ്ങളിൽ 1 മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് പ്രഗത്ഭ പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകും.
മുടങ്ങിയ പെൻഷൻ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും നൽകാൻ ഐക്യകണ്ഠേന തീരുമാനം സർക്കാർ അനുമതിക്കായി നൽകും. പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമയപരിധിക്കുള്ളിൽ ഡാറ്റ എൻട്രി ചെയ്ത് അപ്രൂവൽ നൽകാത്തതിനാൽ ജനുവരി മാസത്തെ പെൻഷൻ നഷ്ടപ്പെട്ട വിധവ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് പെൻഷൻ തുക സമാശ്വാസ ഫണ്ടായി നൽകാൻ നഗരസഭാ കൌൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് നേരത്തെ നഗരസഭയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത ശുപാർശ ചർച്ച ചെയ്തതിനെ തുടർന്നാണ് കൌൺസിൽ തീരുമാനമെടുത്തത്. നഗരസഭയുടെ തനത് ഫണ്ട് ഈ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് സർക്കാരിന്റെ അനുവാദം തേടാനും കൌൺസിൽ തീരുമാനിച്ചു. ഗുണഭോക്താക്കളുടെ തടഞ്ഞുവച്ചിട്ടുള്ള ജനുവരി മാസത്തെ പെൻഷൻ തുക ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ അനുവദിക്കുന്ന പക്ഷം ഈ തുക നഗരസഭാ ഫണ്ടിലേക്ക് നൽകണമെന്നും കൌൺസിൽ ആവശ്യപ്പെട്ടു. സർട്ടിഫിക്കറ്റുകൾ സമയപരിധിക്കുള്ളിൽ എൻട്രി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ജീവനക്കാരനോട് വിശദീകരണം ആവശ്യപ്പെടാനും കൌൺസിൽ തീരുമാനിച്ചു. സെന്റ് ജോസഫ് ചർച്ച് മുരിക്കുങ്ങൽ പള്ളിയിൽ തിരുനാളിന് കൊടികയറി. വിശുദ്ധ ഔസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഏപ്രിൽ 30, മെയ് 1 എന്നീ ദിവസങ്ങളിൽ ആഘോഷിക്കും. അമ്പ് രാത്രി 10 മണിക്ക് പള്ളിയിൽ പ്രവേശിക്കും. തുടർന്ന് ലൈറ്റ് സൗണ്ട് ഷോയും വെടിക്കെട്ടും നടക്കും. മെയ് 1 വൈകിട്ട് 4:30 പ്രദക്ഷിണം, 7 മണിക്ക് മെഗാ ലൈവ് ഫ്യൂഷൻ ഷോ എന്നിവ ഉണ്ടായിരിക്കും. ഫാദർ ജോളി വടക്കൻ, ഇരിങ്ങാലക്കുട രൂപത മോൺസിന്നോർ കൊടി ഉയർത്തി. ഫാദർ ടോണി പാറേക്കാടൻ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ഫിലിപ്പ് കോച്ചേക്കാടൻ, ജോയ് പെരേപ്പാടൻ, ജോയ് ആമ്പക്കാടൻ, കൺവീനർ സാജൻ മുല്ലക്കുന്നേൽ, ജോയിന്റ് കൺവീനർ ജെയിംസ് മൂലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലുവയിൽ നടന്ന കൊച്ചി സ്വിമ്മത്തോണിൽ 1 കിലോമീറ്റർ നീന്തൽ മത്സരത്തിൽ വിജയിച്ച ജോൺ ജോബിയെ ആദരിച്ചു. പുരുഷന്മാരുടെ ഓപ്പൺ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ അങ്കമാലി സെയിന്റ് പാട്രിക് സ്കൂൾ +2 വിദ്യാർത്ഥി ജോൺ ജോബിയെയാണ് ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദി ആദരിച്ചത്. വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ, ചെയർമാൻ വിൽസൺ മേച്ചേരി, സെക്രട്ടറി TJ ആസാദ്, വാർഡ് കൌൺസിലർ ദീപു ദിനേശ് എന്നിവർ സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 275 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9015 രൂപ, പവന് 72,120 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ കാറ്റിലും മഴയിലും തൃശൂർ മൃഗശാലയിൽ വൻ നാശനഷ്ടം. മൃഗങ്ങളുടെ കൂടുകളിൽ വൻ വൃക്ഷങ്ങൾ കടപുഴകി വീണു. അഞ്ചേരിയിൽ കോഴിക്കടയിൽ അക്രമം നടത്തി കട ഉടമയെ പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ ഒല്ലൂർ പോലീസിന്റെ പിടിയിൽ. വേലുപ്പാടം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ സമ്മർ ത്രിൽ ക്യാമ്പിന് തുടക്കമായി. മുടങ്ങിയ പെൻഷൻ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും നൽകാൻ ഐക്യകണ്ഠേന തീരുമാനം സർക്കാർ അനുമതിക്കായി നൽകും. സെയിന്റ് ജോസഫ് ചർച്ച് മുരിക്കുങ്ങൽ പള്ളിയിൽ തിരുനാളിന് കൊടികയറി. ആലുവയിൽ നടന്ന കൊച്ചി സ്വിമ്മത്തോണിൽ 1 കിലോമീറ്റർ നീന്തൽ മത്സരത്തിൽ വിജയിച്ച ജോൺ ജോബിയെ ആദരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.